എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ വീട്ടിൽ നിന്നല്ല ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, മറിച്ച് സിറ്റി ഓഫ് 1000 ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്ത് നിന്നാണ്. അപ്പോൾ എൻ്റെ ലൈഫിലെ ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു ജോലിയുടെ ഭാഗമായിട്ട് വിച്ചുവിന് കാഞ്ചീപുരത്തേക്ക് പുതിയൊരു ജോലി കിട്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ഒട്ടും തന്നെ നമ്മൾ അങ്ങനെ പ്രിപ്പയർഡ് ആയിരുന്ന ഒരു സംഭവം അല്ല ഇത്. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത്. കുറേ നാളായിട്ട് ലൈഫ് ഒരു സ്റ്റക്ക് ഓൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ലൈഫിൽ വേണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേക്കും നമ്മളത് അപ്ലൈ ചെയ്തതും നമുക്കത് ഭാഗ്യം കൊണ്ടത് കിട്ടുകയും ചെയ്തു. ഈ ഒരു ട്രാൻസിഷൻ ലൈഫിൽ നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മളെ നാടും വീടും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സേഫ് ആൻഡ് കംഫർട്ട് സോൺ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് ഷിഫ്റ്റ് ആയപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായ മാറ്റം, എന്തൊക്കെയാണ് നമ്മൾ അതിനുവേണ്ടി എടുത്ത പ്രിപ്പറേഷൻസ്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫേസിലൂടെ നമ്മൾ കടന്നുപോയത്, ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നതിലുപരി ഈ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇതൊരു ഉപകാരം വരും എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്ഥലത്തെ പറ്റിയിട്ടാണ്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലേക്കാണ്. എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. കാരണം ഒരുപാട് ഡിവൈൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, ഒരുപാട് അമ്പലങ്ങളും പിന്നെ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഗ്രാമീണമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഇവിടെ ഒരു സ്ഥിരതാമസം ആക്കി മാറ്റേണ്ടി വരുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ തമിഴ്നാട് എന്ന് കേട്ടപ്പോൾ മനസ്സിന് വലിയൊരു ടെൻഷൻ ഉണ്ടായില്ല. കാരണം നമുക്ക് പരിചിതമായിട്ടുള്ള സ്ഥലം, പിന്നെ തമിഴൊക്കെ നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും കേട്ടാലും ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല, എനിക്കും വിച്ചുവിനും. അതുകൊണ്ട് ലാംഗ്വേജ് വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തില്ല. പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു വലിയൊരു ടെൻഷൻ തോന്നിയില്ല. എന്നിരുന്നാലും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തെ പറ്റിയിട്ടുള്ളൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൻ്റെ, നമ്മൾ താമസിക്കുന്നത് ഒരു ബോർഡർ ആ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 12-12.5 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനാണെങ്കിലും വീട്ടിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി കയറി കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എത്താം. വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ എടുത്ത് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ദൂരമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ടൊരു വളരെ വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം തന്നൊരു സംഭവം കൂടെയാണത്. നെക്സ്റ്റ്, വിച്ചുവിൻ്റെ ജോലി സംബന്ധമായിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആദ്യത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആൾക്ക് ആ ജോലിയായിട്ടൊന്ന് സെറ്റ് ആവണം, അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് സെറ്റ് ആവണം, അതൊക്കെയായിരുന്നു. ഭാഗ്യം കൊണ്ട് അതെല്ലാം ഓക്കെയാണ്. അപ്പം മെയിൻ ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് വീട് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ OLX 99 acres അങ്ങനെയൊക്കെ ഉള്ള പല സൈറ്റുകളിലൂടെയും കുറേ പ്രോപ്പർട്ടീസ് നോക്കി. ഇപ്പം നമ്മൾ റെന്റിനാണ് ഇവിടെ വീടെടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഏത് സ്ഥലത്താണ് നമ്മൾ വീട് നോക്കുന്നത്. ആക്ച്വലി വിച്ചുവിൻ്റെ ജോലി സ്ഥലം വന്നിട്ട് കാഞ്ചീപുരം സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, വളരെ ഗ്രാമീണമായിട്ട് ഒരു കുറേ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളുടെ നടുക്കായിട്ടാണ് ആളുടെ ജോലി സ്ഥലം വരുന്നതാണ്. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് നോക്കിയത് കുഞ്ഞിൻ്റെ സ്കൂൾ സൗകര്യങ്ങളും പിന്നെ എനിക്കും ജോലിക്ക് പോകാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കാഞ്ചീപുരം സിറ്റിയിൽ നിന്ന് ഒരല്പം ഉള്ളിലേക്ക്, എന്നുവെച്ചാൽ എല്ലാം നമുക്ക് നിയർ ബൈ തന്നെ ഉണ്ട്, എന്നാൽ തീരെ സിറ്റിയിൽ ഇരിക്കാണ്ട് സിറ്റിയിൽ നിന്ന് ഒരല്പം മാറിയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് വീട് നോക്കാം എന്നുള്ള ഒരു പ്ലാനിൽ. ചെന്നൈ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് കാഞ്ചീപുരത്ത് നിന്ന്. പക്ഷേ കാഞ്ചീപുരത്ത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരുപാട് വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റി. എന്നിരുന്നാലും നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നേരിട്ട് വന്ന് കണ്ട് വെച്ച് ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് ലോക്കലായിട്ടുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുകയും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ആളുകൾ ത്രൂ ഒക്കെ വേറെയും കുറേ വീടുകൾ നോക്കി. എന്നിരുന്നാലും ഫൈനലി നമ്മൾ എത്തിപ്പെട്ടത് നമ്മൾ OLX തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീടാണ്. നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടും ഏറ്റവും നമുക്കൊരു വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു 2 BHK ഉള്ള ഒരു
വീടാണ് നോക്കിയത്. പിന്നെ ഇവിടെ നമുക്കങ്ങനെ ഒരു ഒറ്റ വീട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കോമ്പൗണ്ടിനകത്ത് നമ്മളൊക്കെ താമസിക്കുന്നത് നമ്മളെ വീട് പോലെ. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 10-20 വീട് നോക്കിയാൽ ഒരു വീട് അങ്ങനെ കണ്ടുപിടിച്ചു. പക്ഷെ അത് അത്ര ഒരു നമുക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇവിടെ കൂടുതലും റെന്റിന് കൊടുക്കാൻ കണക്കാക്കിയിട്ടുള്ള വീടുകളാണ്, നിലകളായിട്ട് പണിതിട്ട്. വീട് നോക്കിയപ്പോൾ ഉണ്ടായ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള കിച്ചനാണ്. നമുക്ക് ഒരാൾക്ക് നിന്ന് പെരുമാറാൻ മാത്രമുള്ള ടൈപ്പ്. അങ്ങനെയൊക്കെ നമ്മൾ പല വീടുകളും വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ ഒരു വീട് നമുക്ക് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഒരു പോസിറ്റീവ് ഫീലുള്ള ഒരു സ്ഥലം നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു റേഞ്ചിനുള്ളിലുള്ള ഒരു വാടക നല്ലൊരു വീട് നമുക്ക് ഒത്തു വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അത് ഫിക്സ് ചെയ്തു. ഇത് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഇത്. നമ്മളെ വീട്ടിൽ രാത്രിയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിൻ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ മേളിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ജോലി സ്ഥലം ഓക്കെ ആയി, വീട് ഓക്കെ ആയി. പിന്നെ നമുക്ക് അടുത്ത കടമ്പ എന്ന് പറയുന്നത് കേശുവിൻ്റെ സ്കൂൾ കണ്ടുപിടിക്കാന്ന് പറയാം. കേശു ചെറിയ കുഞ്ഞാണ്, ശരിയാണ്, LKG കഴിഞ്ഞ് അടുത്തവന് UKG ചേർക്കുന്ന ഒരു ഏജാണ്. ഇവന് തമിഴ് തീരെ വശമില്ല. കേശുക്കുട്ടനെ ചെറുതല്ലേ, അവൻ അവിടെ നമുക്ക് UKG തൊട്ടേ ലാംഗ്വേജ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അവന് ഈ ലാംഗ്വേജും ഇവിടുത്തെ എൻവയോൺമെന്റും പുതിയ സ്കൂളും ഇവിടുത്തെ പുതിയ കൾച്ചറും ഒക്കെ ആയിട്ട് അവൻ എങ്ങനെ അഡ്ജസ്റ്റഡ് ആവും എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഞങ്ങളെ ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത്. പക്ഷെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ എല്ലാമായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ യാത്രകൾ പോകുമ്പോഴാണെങ്കിൽ പോലും അവനിവിടെ തമിഴ് അറിഞ്ഞില്ലെങ്കിൽ പോലും, ഞാൻ മുന്നത്തെ നമ്മുടെ ചെട്ടിനാടുള്ള വീഡിയോ അത്തൻകുടിയിൽ വന്നിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അവൻ ഭാഷ അറിയില്ലെങ്കിൽ പോലും ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനോ ആ ഒരു സൊസൈറ്റി ആയിട്ട് ബ്ലെൻഡായി വരാനോ ഒന്നും അവന് വേറെ ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് തന്നെ ആള് അങ്ങനെ. അപ്പൊ ആ ഒരു ക്വാളിറ്റി അവനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ശരി നമുക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഫാമിലി ആയിട്ട് തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റിയത് തന്നെ അവൻ്റെ ആ ഒരു ക്വാളിറ്റി കണ്ടിട്ടാണ്. കാഞ്ചീപുരം സിറ്റിയിൽ ചുറ്റും ഒരുപാട് സ്കൂളുകളുണ്ട്. CBSE സ്കൂളുണ്ട്, ICSE സ്കൂളുണ്ട്, അല്ലാതെ ഇന്റർനാഷണൽ സ്കൂളുകളുണ്ട്, ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകൾ, ഒരുപാട് സ്കൂളുകൾ ഉള്ളത് കാരണം തന്നെ അതിലേത് നമ്മൾ തിരഞ്ഞെടുക്കും, ഇവൻ ഏത് കൺവീനിയന്റ് ആവും എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു 3-4 സ്കൂളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പോയി വരാനുള്ള സൗകര്യവും പിന്നെ അതിൻ്റെ ഒരു ബാക്കി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ 4 സ്കൂളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ടൈം വിച്ച് മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞാനും കേശുക്കുട്ടനും കൂടെ ഒരാഴ്ചത്തേക്ക് ഇവന്റെ ഈ അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ 3-4 സ്കൂളുകളിൽ ഞങ്ങൾ പോയി കേട്ടോ. ഈ ആപ്ലിക്കേഷൻസിന്റെ എൻക്വയറി ഫോം ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തു. പലതും പല രീതിയാണ്. പിന്നെ ഞങ്ങൾക്ക് ആഫ്റ്റർ കെയർ ഫെസിലിറ്റി കൂടെ ഉള്ള സ്കൂള് നമ്മൾ കുറച്ചുകൂടെ പ്രിഫർ ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ആഫ്റ്റർ കെയർ ഉള്ള 2-3 സ്കൂളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു മാക്സിമം ഒരു 4:30 വരെയൊക്കെ ഇവിടെ കുട്ടികളെ നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ഫൈനലി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബ്രഹ്മിങ്സ് കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്കൂളാണ്. കാഞ്ചീപുരത്ത് തന്നെ അവരുടെ 2 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു 3.5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്കൂളാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മിങ് കിഡ്സിൽ പോയപ്പോഴത്തേക്കും കേശു തന്നെ വന്ന് പറയണം, അമ്മേ ഞാൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തോണ്ടിരുന്നപ്പോൾ തന്നെ ആൾ വന്ന് പറയണം, അമ്മ എനിക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടു, എനിക്കിത് തന്നെ മതിയെന്ന്. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്നത് ജൂൺ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിരിക്കും. സോ ഇപ്പം നമ്മൾ നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. കാരണം നമ്മൾ വന്ന കാര്യം സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ മാൻഡേറ്ററി ആണ് തമിഴ് പഠിച്ചിരിക്കണം എന്നുള്ളത്. ഓൾറെഡി LKG തന്നെ തമിഴ് അവരുടെ ആൽഫബറ്റ്സ് അക്ഷരമാലകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. UKG അവർക്ക് വേർഡ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കേശുവിനത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ ഹിന്ദിയും. അപ്പൊ നമ്മുടെ അവിടെ പഠിച്ച സ്കൂളിൽ നമുക്ക് ഹിന്ദി UKG തുടങ്ങത്തുള്ളൂ. അപ്പൊ അവനെ സംബന്ധിച്ചിട്ട് 2 ലാംഗ്വേജ് അറ്റ് എ ടൈം അവന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ബ്രഹ്മിങ്ങിലാണെങ്കിൽ 3ാം ക്ലാസ് വരെ മാത്രമേ തമിഴ് എന്ന് പറയുന്നത് കമ്പൾസറി ആയിട്ട് കഴിയുള്ളൂ. 3ാം ക്ലാസ് തൊട്ട് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ തമിഴാണെങ്കിൽ തമിഴ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി. അവൻ എഴുതി പഠിച്ചു തുടങ്ങുമ്പോൾ വേണം എനിക്കും മിച്ചുവിനും തമിഴ് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാൻ. അവന്റെ കൂടെ പഠിക്കാനാണ് ഞങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ ഒരാൾ പുറകെ നടക്കുക, എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. എന്താണ് കേശുക്കുട്ട, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? പുതിയ വീട് എങ്ങനെയുണ്ട്? സ്കൂളോ? എന്ത് ഇഷ്ടമുണ്ടോ?
പകലിവിടെ വിച്ച് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ കളിയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടികളൊക്കെ ആയിട്ട് ക്ലീനിങ്ങും ഒതുക്കലും ഒക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതായിരുന്നു പരിപാടി. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഒരു വിഷുക്കണിയൊക്കെ ഒരുക്കി. രാവിലെ നമ്മൾ കണിയൊക്കെ കണ്ടു. ഇവിടെ എല്ലാ സാധനമൊന്നും കിട്ടത്തില്ല കേട്ടോ, നമുക്ക് നമ്മുടെ കണിക്കൊന്നൊന്നും കിട്ടിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് വെച്ചാൽ എല്ലാ സാധനമൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിയും സന്തോഷമാണല്ലോ ഏറ്റവും വലുത്. നമുക്ക് നമ്മുടെ വർഷം ഒരു വിഷു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് കണി കണ്ടാണ് നമ്മൾ ഉണരുന്നത് അല്ലേ. അതുകൊണ്ട് അത് മിസ് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ എൻ്റെ ഒരു തൃപ്തിയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഈ ഒരു മുരുകന്റെ പടം ഇതിൽ ഓൾറെഡി അവർ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോ കൃഷ്ണനെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. എൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു കൃഷ്ണനെ. ഞാൻ എന്തൊക്കെയാണ് സംസാരിച്ച് കാട് കയറി പോയതെന്ന് ഒരു പിടിയും കിട്ടില്ല കേട്ടോ. ഞാൻ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം ടീം. Bye bye.